ഇനി നമുക്ക് വൈറ്റ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേയ്സീൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ യോക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പെറ്റൽസാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡേയ്സി ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഷിമ്മറിങ് ടൈപ്പാണ്. ഇനി നമ്മൾ ഈ ഒരു യോക്കില്ലേ, അതിൻ്റെ ഏതെങ്കിലും ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് വെക്കാം. അപ്പോൾ ഏതെങ്കിലും ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഉണ്ടാവില്ല ഒരു വി ടൈപ്പ്, അത് നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ളിൽ കൂടി നമ്മൾ ഹുക്ക് വെക്കാം. എന്നിട്ട് നമ്മൾ വൈറ്റ് യാണ് അല്ലെങ്കിൽ ഏതെങ്കിലും യാണ് എടുത്തിട്ട് അതിനുള്ളിലൂടെ ഇടാം. എന്നിട്ട് അത് വലിക്കാം. അപ്പോൾ ഇതിങ്ങനെ വരണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു കെട്ടെടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ആ ചെയിനിനുള്ളിൽ കൂടി തന്നെ പോവാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ ലൂപ്പ് നമുക്കായി. ഇനി നമ്മൾ 4 ചെയിൻ ചെയ്യാം. ഓക്കെ, സോ 1 2 3 4. ഇനി നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റാം, എന്നിട്ട് അതിനുള്ളിലൂടെ ഇടാം. ഓക്കെ, ഇനി ഇവിടുന്ന് നൂറെടുക്കുക, ലൂപ്പിനുള്ളിൽ കൂടി വലിക്കുക. അപ്പോൾ 4 ഇതായില്ലേ. ഇനി നമ്മൾ 2 ഇടുന്നു, പിന്നെ 2 ഇനി ഒന്നും കൂടി. അപ്പോൾ നമുക്ക് 5 ഉണ്ട്. അതിന് നമുക്ക് ആദ്യം 2 പിന്നെ 2 പിന്നെ നമുക്ക് 3 ഉള്ളിലൂടെ. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ 3 ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ 2 പ്രാവശ്യം ചുറ്റാം അടുത്ത പെറ്റലാണിട്ട്. എന്നിട്ട് ലൂപ്പിനുള്ളിലൂടെ ഇടാം, എന്നിട്ട് നൂലെടുക്കുക. സ്ലോ ആക്കി ചെയ്യുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ലൂപ്പാണ് നമുക്ക് വേണ്ടത്. 1 2 3 4. ഇനിയും എടുക്കുക, 2ൻ്റെ ഉള്ളിലൂടെ, പിന്നെയും എടുക്കുക, 2ൻ്റെ ഉള്ളിലൂടെ, ഒന്നും കൂടിയും 2 പ്രാവശ്യം 2ൻ്റെ ഉള്ളിലൂടെ, 2ൻ്റെ ഉള്ളിലൂടെ, ഒന്നുകൂടിയും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി 2ൻ്റെ ഉള്ളിലൂടെ, 2ൻ്റെ ഉള്ളിലൂടെ. ഇനി നമുക്ക് ഇതിമേ ലൂപ്പ് 4 വേണ്ടത്. ഇത് ലൂപ്പായി കൺസിഡർ ചെയ്യണം കേട്ടോ. ഈ ചെറുത് അത് ഈ നൂലിൻ്റെ ആ ഒരു ഡിസൈനാണ്, അപ്പോൾ അത് ലൂപ്പല്ല. അപ്പോൾ 1 2 3 4. ഓക്കെ, 4. ഇനി നമ്മൾ നൂലെടുത്തിട്ട് ഈ എല്ലാ 4ൻ്റെ ഉള്ളിലൂടെ, എല്ലാ 4 ലൂപ്പിനുള്ളിലൂടെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 ചെയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ടാമത്തെ പെറ്റൽ ചെയ്യാൻ കാരണം ഫസ്റ്റത്തെ പെറ്റലിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് പെറ്റലും കാണിച്ചത്. സെക്കൻഡ് പെറ്റൽ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം ചുറ്റാം, ഇതിനുള്ളിലൂടെ ഇടാം,
നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കൊക്കെ ഒന്ന് റീപ്ലൈ അടിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മൾ ഡേസി കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയും കൂട്ടി യോജിക്കണം. അപ്പം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ 4 ചെയിൻ ചെയ്തില്ലേ, അതിനുള്ളിലൂടെ നമ്മൾ ഹുക്കിടാം. ഓക്കെ, ഇനി അവിടുന്ന് നൂലെടുക്കുക, മെല്ലെ ഉള്ളിലേക്ക്. അപ്പോൾ ഹുക്കുമ്പോൾ 2 ലൂപ്പുണ്ട്. ഇനി നമ്മളെന്താ നൂലെടുക്കാനാണോ? അല്ല, സിംഗിൾ ക്രോഷ്യ കേട്ടോ. നമ്മൾ ലൂപ്പത്തെ ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ടൈറ്റാക്കുക, എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയിൻ വേണം. ഓക്കെ, ചെയിൻ എന്നിട്ട് നമ്മൾ ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ നിന്നാണല്ലേ കട്ട് ചെയ്യാറ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനല്ല, നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ലൂപ്പും ഒരു നൂലേക്ക്. അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ 2 വെൽഡ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ചെറിയ സ്ട്രാൻഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഒരു കെട്ട്. ഓക്കെ, ഇതിനാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഇത് മുറിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് തുന്നാണെങ്കിലും അങ്ങനെ ചെയ്യാം, പക്ഷേ ഞാൻ അവിടെ മുറിക്കുകയാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ അവിടെ ഓൾറെഡി കെട്ടിട്ടില്ലേ. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് മുറിക്കാം. കുറച്ച് അകലിച്ചിട്ട് അല്ലെങ്കിൽ പോരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡേസി. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, ഇത് നിങ്ങൾ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡേസി. ഈ ഡേസി നമുക്ക് വേണമെങ്കിൽ കീ ചെയിൻ ഉണ്ടാക്കാം, പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഡേസി നമുക്ക് ഗ്രാനി സ്ക്വയർ ആക്കി എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ പറ്റും, പില്ലോ കവേഴ്സ്, പിന്നെ കാർഡിഗാൻ, ക്രോപ്പ് ടോപ്പ്, അങ്ങനെ കുറേ ഉണ്ടാക്കാൻ പറ്റും. ടോട്ട് ബാഗൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിന് പറ്റിയ നല്ലൊരു ക്യൂട്ട് ഫ്ലവറാണത്. പക്ഷേ നമ്മൾ ഈ ഒരു സെൻട്രൽ യോക്ക് മാജിക് റിങ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിലേക്ക് കാണാം.